സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലെൻ കർത്തനെന്റെ, കൈവിടില്ലെൻ കർത്തനെന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും വരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും വരയിൽ. ആപത്തിലും രോഗത്തിലും, ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 113 സങ്കീർത്തനം അതിൻ്റെ 7-8 വാക്യങ്ങളെ ആസ്പദമാക്കി ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഒരു കഥയിലൂടെ നിങ്ങളെ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത്. ധനികനായ ഒരു മനുഷ്യൻ്റെ മകളെ ഒരു സാധാരണക്കാരനായ യുവാവ് സ്നേഹിച്ചിട്ട് അവളോട് പറഞ്ഞു, എനിക്ക് നിന്നെ വിവാഹം കഴിപ്പാൻ താല്പര്യമുണ്ട്, നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ പരിചയമുണ്ടെങ്കിലും നിൻ്റെ ഭാര്യയായി വരുവാൻ അതല്ല, എനിക്ക് നിന്നെ വിവാഹം കഴിപ്പാൻ എന്ത് യോഗ്യത നിനക്കുള്ളത്? നിനക്ക് കിട്ടുന്ന 1 മാസ ശമ്പളം എനിക്കൊരു ദിവസത്തേക്ക് പോലും തികയില്ല. എൻ്റെ മാതാപിതാക്കൾ ഈ വിഷയം അറിഞ്ഞാൽ നിന്നെ പുച്ഛിക്കും. ആകയാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്ക് കേട്ട് യുവാവ് അവളിൽ നിന്നും നടന്നകുന്നു. ഇതിനിടയിൽ മാതാപിതാക്കൾ മകൾക്ക് നല്ലൊരു വിവാഹം ആലോചിച്ചു. കുടുംബശ്രേഷ്ഠതയുള്ളൊരു ബന്ധം. സുമുഖനായ യുവാവ് മകൾക്കും ഈ ആലോചന ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ വിവാഹം ആർഭാടമായി നടന്നു. യുവമിഥുനങ്ങൾ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു. മകളുടെ ഭർത്താവ് സാമാന്യം നല്ല ജോലി, വിദ്യാഭ്യാസം, എല്ലാ നിലയിലും അവർ സന്തോഷമായിരുന്നു. വർഷങ്ങൾ ഏകദേശം 15 കടന്നുപോയി. ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അവർ ഇരുവരും കൂടി പട്ടണത്തിലുള്ള ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ പോയി. പെട്ടെന്ന് അവളുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വിവാഹ അഭ്യർത്ഥനയായി വന്ന വ്യക്തിയുമായി കണ്ടുമുട്ടി. അവർ കുശലങ്ങൾ ഒക്കെ പറഞ്ഞ് അന്യോന്യം പങ്കുവെച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവരുടെ അടുക്കിലേക്ക് വന്നു. പെട്ടെന്ന് അവൾ പറഞ്ഞു, ഇതെൻ്റെ ഒരു പഴയകാല പരിചയക്കാരനാണ്. ഇത് കേട്ടപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ കമ്പനിയുടെ CEO ആണ്. അവൾ ആകെ സ്തംഭിച്ചു പോയി, എങ്കിലും സംനയം പാലിച്ചു. അവർ അന്യോന്യം പിരിഞ്ഞു. മടക്കയാത്ര അവളുടെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ബോസ് നല്ല ഒരു മനുഷ്യനാണ്. ഇപ്പോൾ കോടികളുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്. എങ്കിലും താൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. തനിക്ക് ഇഷ്ടപ്പെട്ട ഏതോ പെൺകുട്ടിയോട് വിവാഹ അഭ്യർത്ഥനയായി ചെന്നപ്പോൾ അവൾ അദ്ദേഹത്തെ പുച്ഛിച്ച് പുറന്തള്ളി. ആ പെൺകുട്ടി അദ്ദേഹത്തെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവൾ കോടീശ്വരൻ്റെ ഭാര്യയായി തീരുമായിരുന്നു. അവൾക്ക് ആ സങ്കടം അണപൊട്ടി ഒഴുകുവാൻ തക്കോണം നിൽക്കുകയാണ്. പക്ഷേ ഭർത്താവിനോട് ഈ കാര്യം എങ്ങനെ പറയും? ഞാൻ തള്ളിക്കളഞ്ഞ വ്യക്തിയിൽ നിന്നാണല്ലോ ഞങ്ങളുടെ കുടുംബം ഇന്ന് ജീവിക്കുന്നതെന്ന് ഓർത്ത് അവൾ തകർന്നുപോയി. പ്രിയ ശ്രോതാക്കളെ, ദൈവവചനം പറയുന്നത് ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ ഇരുത്തുവാൻ ദൈവം മതിയായവനാണ്. ഒരുപക്ഷേ നിങ്ങളും ആരംഭം മറ്റുള്ളവർക്ക് പുച്ഛമായി തോന്നിയേക്കാം, എന്നാൽ അതിൻ്റെ അന്ത്യം ഉത്തമമായിരിക്കും. നാം ആരെയും നിസ്സാരരായി കാണരുത്. പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയിൽ എഴുതിയിരിക്കുന്നത് 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുറിയേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കെട്ടുന്നതും ഭവാൻ. അതെ, ലോകത്തിൽ ഇങ്ങനെ അനേക സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയിലെ ശതകോടീശ്വരന്മാർ ഒടുവിൽ പാപ്പരായി ഒരു ഗതിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന പല സംഭവങ്ങളുണ്ട്. ഒരുവൻ്റെ ആരംഭം ഒരുപക്ഷെ ചെറ്റക്കുടിലിൽ നിന്നായിരിക്കാം. ദൈവം പിന്നീട് അവരെ മാളികയിൽ വസിക്കുമാറാക്കും. ഒരു കാലത്ത് ചെറ്റക്കുടികളിൽ ചാണകം മെഴുകിയ തറകളിൽ പാവിരിച്ച് അന്തി ഉറങ്ങിയ അനേകരെ ദൈവം ഉത്തമ സംഗീതങ്ങളിൽ വസിക്കുമാറാക്കി.
ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ഏവനെയും ദൈവം അനുഗ്രഹിക്കും. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചത് മൂലം ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു എന്നാണ്. എന്നാൽ ലോത്ത് അബ്രഹാമിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചുവെങ്കിലും ദൈവത്തെ ആരാധിച്ചതായിട്ടോ യഹോവയ്ക്ക് യാഗം അർപ്പിച്ചതായിട്ടോ കാണുന്നില്ല. അനന്തരപരം തലമുറകൾ വഷളത്വം പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ 10-ാം തലമുറയ്ക്ക് പോലും ദൈവപ്രവേശനം നിഷേധിച്ചു. അമ്മോന്യർ, മോവാര്യർ എന്ന 2 ജാതികളെ മക്കൾ ജന്മം നൽകി. ദൈവത്തെ ഭയപ്പെടുക, ദൈവവഴിയിലും ദൈവിക പ്രമാണങ്ങളിലും നിലകൊണ്ടാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ദൈവസന്നിധി സമർപ്പിച്ച അനുഗ്രഹം നേടുക. ദൈവമായ കർത്താവ് ഈ ചെറിയ ഇന്ത്യയിലേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.